ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഫ്രീ ഫയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഗൈസ്. അങ്ങനെ കുറേ നാളായി കളിച്ചിട്ട് ഇപ്പോൾ സീസണും മാറി, പിന്നെ അപ്ഡേറ്റും വന്ന് അതൊക്കെ കഴിഞ്ഞ് അപ്ഡേറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 6 മാസത്തോളമൊക്കെ കളിക്കാണ്ടിരുന്നു കുറേ. പിന്നെ അതേ ഇപ്പോഴാണ് കയറുന്നത്. അപ്പോൾ ഫസ്റ്റ് കളി ലോങ് ഓഫ് തന്നെ കളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നിങ്ങളായിട്ടൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളുടെ UID ഒക്കെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. അപ്പോൾ അവരായിട്ട് നമുക്ക് കളിക്കുന്നതായിരിക്കും, അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ലോങ് ലൈഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 9th ആനിവേഴ്സറീൻ്റെ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കാലമായി നമ്മൾ കളിച്ചിട്ട് ആ ടച്ചൊക്കെ ഒന്ന് പോയി, എന്നിട്ട് വേണം ശരിയാക്കണം. അതൊക്കെ ഇപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒന്ന് കളിക്കാൻ പോവാണ്. ടച്ചൊക്കെ എന്താ പറയുക, സ്ലീവ് ഒന്നും ഇല്ല, അതൊക്കെ കാണാണ്ടായി. കുറേ നാൾ കളിക്കാണ്ടായപ്പോൾ അതൊക്കെ കളഞ്ഞ് ഫസ്റ്റ് റൗണ്ടായി. ഇതിൻ്റെ കുഴപ്പമില്ലാത്തൊരു ആളാണ്, പേര് കണ്ടിട്ട് തോന്നുന്നു. M18 ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. കളിച്ചൊക്കെ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടുനോക്ക്. ഞാൻ ഇടയ്ക്ക് ഓരോന്ന് പറയാം, കളി കണ്ടാൽ മതി. അങ്ങനെ അവർ നല്ല ഡാമേജ് ആയി ഗൈസ്. അപ്പം ഞാൻ അവിടെ നിന്നൊന്നും മാറി മെഡടിക്കാൻ അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതങ്ങനെ ശരിയല്ല. ഇങ്ങനെ ബോഡി ഡാമേജ് അടിച്ച് കൊല്ലണത് ശരിയല്ലല്ലോ ഗൈസ്. അങ്ങനെ മെഡൊക്കെ അടിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് നമ്മളെടുത്ത ഗൈസ്, ഫസ്റ്റ് റൗണ്ട് അവനെടുത്ത. അങ്ങനെ ഗൈസ് ഇമോട്ടും കാര്യങ്ങളൊന്നും ഇടണില്ല എന്ന് തോന്നുന്നു. അത് തന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് താക്കാൻ പോയില്ല ഗൈസ്. അങ്ങനെ സെക്കൻഡ് റൗണ്ടായി. സെക്കൻഡ് റൗണ്ട് എടുത്തുണ്ട്, പ്രതീക്ഷയില്ല ഇങ്ങനെ വരുന്നത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ഹെഡ് അടിച്ച് ഗൈസ്. കുറേ നാളായി കളിച്ചിട്ട് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ, അതാണ് തോക്കണമെന്നും കാര്യമാക്കണ്ട. ഫസ്റ്റ് കളിയാണ്. അങ്ങനെ M82 എടുത്തിട്ടുണ്ട് ഗൈസ്. അവനപ്പോൾ അവിടെ സ്കോപ്പ് ഇട്ടിട്ടുണ്ടായി, നമ്മളൊരു അടി അടിച്ച് അവൻ നമുക്കൊന്ന് തന്നു ഗൈസ്. M82 കാരണം ഗ്ലൂവാളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ അടിച്ച്, പക്ഷെ അവനപ്പോഴേക്കും അതിൽ കൂടെ മാറി. അപ്പോഴേക്കും റീലോഡും വന്നു ഗൈസ്. ഞാൻ മെഡ് അടിക്കുകയാണ്. അപ്പോൾ അതേ ഗൈസ് അവനപ്പുറത്ത് കൂടെ വന്നു ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് അടി മിസ്. അപ്പോൾ ഗൈസ് 128 കൊടുത്ത് ഞാൻ ഓസ്കാറും കൂടി ഇട്ടാണ് കില്ലെടുത്ത് ഗൈസ്. ഗ്ലൂവാളിൻ്റെ ഇടയിൽ കൂടെ അടിച്ച് ഞാൻ M82 കൊടുത്തുള്ള ഉപകാരത. പിന്നെ പ്രത്യേകിച്ച് ഓസ്കാറും ഡാമേജും കിട്ടും, ഓരോ സ്പീഡിൽ തുടങ്ങുക, അങ്ങനെയും പോവാം. ഓസ്കാർ ഇങ്ങനെ ഡാമേജും കിട്ടും എനിമിക്ക്. വീണ്ടും കഴിച്ചാൽ സ്കോപ്പ് ഇട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല, അവനടിച്ച് മെഡൊക്കെ അടിക്കാന്ന്. അപ്പോഴേക്കും അവൻ ആ സൈഡിലേക്ക് മറ്റേ ഫ്രീസ് എടുത്തിറങ്ങി. നമ്മളൊരു അടി അടിച്ച് നമ്മൾ വേഗോടാണ് ഗൈസ്. ഗൈസ് അത് മിസ്സായി ഗൈസ്. ഒരു അടി അടിച്ചാൽ ചത്ത് ഗൈസ്. ഇത്ര ഉള്ള ഡാമേജ് ഇപ്പോഴും അവനല്ലേ കൂടുതൽ, അല്ല എനിക്കാണ് ഗൈസ്. അപ്പോൾ UMPയും വുഡ് പെക്കറുമാണ് ഗൈസ് എടുത്തേക്കണം. എന്താവുമെന്ന് അറിയില്ല, വുഡ് പെക്കറൊക്കെ കളിച്ചിട്ട് കുറേ നാളായി ഗൈസ്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് റേഞ്ചൊക്കെ പോകുന്നുണ്ട് ഗൈസ്, അതൊന്ന് കാര്യമാക്കണ്ട.
ഓ ഗൈസ് പണിപാടി. ഓ അടിച്ചടിച്ചടിച്ച് ഞാൻ ആ ബാഗിന് മറ്റേ ഇതൊന്ന് അടിക്കാക്കാൻ നിൽക്കുന്നത് UMP. നല്ല ഡാമേജാണ് ഗൈസ്. വെസ്റ്റ് പൊട്ടാറ്. ഓ ഗൈസ് അങ്ങനെ UMP കൊണ്ട് അടിച്ച് നമുക്ക് പ്രതീക്ഷയില്ല അതിൽ കൂടെ വരുന്നു. കുഴപ്പമില്ലാത്ത കളിയാണ് ഗൈസ്, നല്ല കളിയാണ്. പ്ലെയറാണ് ഞങ്ങൾ നേരത്തെ ചെയ്താൽ മതി എനിക്ക് ഗൈസ്. ഇപ്പോൾ അവനെ കാണുന്നില്ല, അപ്പോൾ അവൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയിണ്ടാവും. ഇങ്ങോട്ട് വരട്ടെ അപ്പം. ആ ഒന്ന് ഗൈസ്. ഓ അത് നമ്മൾ അടിച്ചു പോന്നു ഗൈസ്. അപ്പോൾ അവനായി ഡാമേജ് കൂടുതൽ. നമ്മൾ ലൈക്കൊക്കെ ഇട്ടിടുന്നു പ്ലെയറിലേക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത് ഡെസേർട്ടാണ് ഗൈസ്. എന്താവുമെന്നറിയില്ല. പിന്നെ ഫോൺ ചെറുതായിട്ട് ഹാങ് ഒക്കെ ആവുന്നുണ്ട്. സ്പോട്ട് ചെയ്ത് ഞാൻ കണ്ടുപിടിയാന്ന്. ഓ ഗൈസ് അവൻ അത് ഓ ഗൈസ് ഷൂട്ട് ആർട്ടിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് സാധനം. പക്ഷെ അവൻ ഇടുന്നത് പ്രതീക്ഷിച്ചില്ല. ചിക്കൻ പ്ലെയറാണ്. ഓസ്കാർ ഇട്ട് ഗൈസ്. അപ്പോൾ അവന് 25 ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 40, 49, 61. ഗൈസ് ചെക്കൻ മെഡ് അടിച്ചോട്ടെ ഗൈസ്. ഇങ്ങനെ ബോഡി ഡാമേജ് അടിച്ചു കൊല്ലണത് ശരിയല്ലല്ലോ. ഇപ്പം ചെക്കൻ മെഡ് അടിച്ചു, നമുക്ക് ഇങ്ങോട്ട് പോരാം. രണ്ടാമത് അടിക്കാം നമുക്ക് ഗൈസ്. ചെക്കൻ്റെ മെഡ് അടിച്ച് കഴിഞ്ഞാൽ മെഡ് കഴിഞ്ഞൊന്നും ഉണ്ടാവണ്ട്, അത് കാരണം അവൻ ഓടി. നേരെയുണ്ട് ഗൈസ്. അടിക്കാൻ നോക്കുമ്പോൾ ചെക്കൻ പാവം ഗൈസ്. ചെക്കൻ നമ്മളായിട്ട് ഫ്രണ്ടായി. ഇനി അടിക്കുന്നത് ശരിയല്ലല്ലോ ഗൈസ്. ചെക്കനെ നമ്മളിങ്ങോട്ട് വിളിക്കുകയാണ്, ചെക്കൻ വരാവോ? വന്ന് ഗൈസ്. നമ്മൾ ചെക്കനായിട്ട് കമ്പനിയായി. ചെക്കൻ പാവാണ്. ഇത്ര നേരം വെറുതെ വന്നിട്ട് അടിച്ചൊന്നുമില്ല. ഇപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ.